നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി നൽകുന്ന 90 ഡേ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വളരെ അധികം ആഗ്രഹിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇനിയുള്ള 90 ദിവസങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി, അതും നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും പരിശ്രമിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന അതിയായ മോഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുകയും അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായി പഠനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. നമ്മുടെ ഈ കോഴ്സ് 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഫേസ് 1 1-ാം ദിവസം മുതൽ 30-ാം ദിവസം വരെയുള്ള ഒരു കാലയളവ് നിങ്ങളുടെ ഗ്രാമർ, വൊക്കാബുലറി, അതുപോലെ ബേസിക് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഇതെല്ലാം ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഘട്ടമാണ് ഫേസ് 1 എന്ന് പറയുന്നത്. അതിനുശേഷം 2-ാമത്തെ ഘട്ടത്തിലേക്ക് ഫേസ് 2യിലേക്ക് കടക്കുന്നു. 31-ാം ദിവസം മുതൽ 60-ാമത് ദിവസം വരെ. അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് ഫ്ലുവൻസി ബിൽഡിങ്, അതുപോലെ പ്രൊനൗൺസിയേഷൻ, അതുപോലെ റിയൽ വേൾഡ് കോൺവെർസേഷൻസ്, ഇതൊക്കെയാണ്. ഇനി 3-ാമത്തെ ഘട്ടം വരുമ്പോൾ 61-ാമത്തെ ദിവസം മുതൽ അവസാനം വരെ, അതായത് 90-ാമത് ദിവസം വരെ ഉള്ള കാലയളവ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ്, പബ്ലിക് സ്പീക്കിംഗ്, അതുപോലെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് നമ്മുടെ ക്ലാസ് നമ്മൾ സ്ട്രക്ചേർഡ് ചെയ്തിട്ടുള്ളത്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3. എനിക്ക് നിങ്ങളോട് ആദ്യമായും അവസാനമായും പറയാനുള്ളത് നിങ്ങൾക്കൊരു ഗോൾ വേണമെന്നുള്ളതാണ്. ഒരു ലക്ഷ്യമില്ലാതെ ഒരിക്കലും ഒരാളും ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഈ കോഴ്സ് എന്നല്ല, ഏതൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നയാൾക്കും പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം വേണം. ലക്ഷ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാണുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ഈ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആവുക എന്നുള്ള ഒരു ലക്ഷ്യം നിർബന്ധമായും വേണം. ഫ്ലുവൻസി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഏതെങ്കിലും ഒരു രാത്രി കൊണ്ടോ ഉണ്ടാകുന്ന ഒരു കാര്യമില്ല. അതിന് ഒരുപാട് പ്രാക്ടീസും ഒരുപാട് കോൺസിസ്റ്റൻസിയും ആവശ്യമാണ്. നന്നായിട്ട് ഇതിൽ നിങ്ങൾ കോൺസിസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കാം, ഞാൻ എന്തിനാണ് ഈ ഇംഗ്ലീഷ് പഠിക്കുന്നത്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണ്ടിയാണോ, അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനാണോ? അങ്ങനെ എന്തോ ആവട്ടെ, നിങ്ങളുടെ ഗോൾ എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഗോൾ എന്താണ് എന്ന് നിങ്ങൾ ഒരു നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ ഒരു കടലാസിലൊക്കെ എഴുതുക. നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഗോൾ നിർബന്ധമായിട്ടും എഴുതുക. എന്തിനാണ് ഞാനിത് പഠിക്കുന്നതെന്ന്. കാരണം നിങ്ങളുടെ ഗോൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ നൽകാനും എനിക്ക് സാധിക്കും. നമ്മുടെ ഈ 90 ദിവസത്തെ കോഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. ഇതിന് ഏറ്റവും നല്ല ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ ക്ലാസ് കേൾക്കുകയും കൃത്യമായി നോട്ടുകൾ എഴുതിയെടുക്കുകയും ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഓരോ ദിവസവും ക്ലാസ് കേൾക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. സംസാരിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് സംസാരിക്കാം, നിങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് നിർബന്ധമാണ്. പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും ശരിയാവുകയില്ല. കാരണം നമുക്കറിയാം, നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ സംസാരിച്ചാണ് നാം ഇന്നുള്ള ഈ ലെവലിൽ സംസാരിക്കുന്നത്. ഇനിയും നമ്മൾ പുതിയ പുതിയ വാക്കുകളും പുതിയ ഭാഷകളും ഒക്കെ കേൾക്കുകയാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ ഭാഷയിൽ ഉൾപ്പെടുത്തി നമ്മളത് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഷയുടെ ആ സ്വരവും അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാവും. എന്നതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാനും ഇതേ സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ അടുത്തതായിട്ട് കംപ്ലീറ്റ് അസൈൻമെന്റ്സ് ആണ്. നിങ്ങൾക്ക് നൽകുന്ന അസൈൻമെന്റ്സ് അതായത് ഓരോ ദിവസത്തിനും ഓരോ ചാലഞ്ച് ഉണ്ടായിരിക്കും. ആ ചാലഞ്ച് കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. അത് നാളെ ചെയ്യാം,
അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് നീട്ടിക്കൊണ്ടുപോകരുത്. കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും ചാലഞ്ച് നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തത് പറയാനുള്ളത് സ്റ്റേ കോൺസിസ്റ്റന്റ്. കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും കേൾക്കുക. ഒരൊറ്റ ക്ലാസ്സും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. ലെസൺസ് സ്കിപ്പ് ചെയ്യരുത് എന്നർത്ഥം. അതായത് ഒന്നാമത്തെ ഡേ 1 അതിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഡേ 2 ക്ലാസ് കേൾക്കാതെ ഡേ 3 ചാടരുത്. ഉദാഹരണത്തിന് ഡേ 5 ക്ലാസ് എത്തി, അപ്പൊ നല്ല ഒരു ലെവലിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡേ 5 ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് എനിക്ക് ആവശ്യമില്ല, കാരണം അത് എനിക്കറിയാം എന്ന് വിചാരിച്ച് ഡേ 6 നിങ്ങൾ കേൾക്കാതെ ഡേ 7 അല്ലെങ്കിൽ ഡേ 8 ചാടി പോകരുത്. കാരണം നിങ്ങൾക്കറിയാത്ത ചിലത് ആ ക്ലാസ്സിൽ ഉണ്ടായേക്കാം. ഒരിക്കലും നമുക്ക് പുതിയതായി കിട്ടുന്നതെല്ലാം പുതിയ പുതിയ അറിവുകളാണല്ലോ. അതുകൊണ്ട് ഒരു ദിവസവും ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കേട്ട് കോൺസിസ്റ്റന്റ് ആയിട്ട് പോവുക. ഇംഗ്ലീഷ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും സാധാരണയായിട്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇനി പറയുന്നത്. ഒന്ന്, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുമോ എന്നുള്ള പേടി. ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടാവുമോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാകുമോ, ഞാൻ എഴുതുന്നതിൽ തെറ്റുണ്ടാകുമോ, ഇങ്ങനത്തെ ഒക്കെ പേടി ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പേടിയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്, അതൊരു സംഭവമായി കാണരുത്. മിസ്റ്റേക്സ് ഹെൽപ്പ് യു ലേൺ എന്നാണ്. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ നിങ്ങളെ പഠിക്കാൻ സഹായിക്കും. അതുകൊണ്ട് കീപ് സ്പീക്കിംഗ്, സംസാരിച്ചു കൊണ്ടേയിരിക്കുക, നന്നായി സംസാരിക്കുക. അതുപോലെ മറ്റൊരു വിഷയമാണ് നോട്ട് നോയിങ് ഇനഫ് വേർഡ്സ്. വേണ്ടത്ര വേർഡ്സ് അറിയില്ല, പദങ്ങൾ അറിയില്ല, വൊക്കാബുലറി അറിയില്ല എന്നുള്ളത്. അതിനെന്താണ് മാർഗം? യൂസ് സിമ്പിൾ വേർഡ്സ് ഫസ്റ്റ്. ആദ്യമായിട്ട് ലളിതമായ പദങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് വൊക്കാബുലറി വിൽ ഇംപ്രൂവ്. വൊക്കാബുലറി മെച്ചപ്പെട്ടു വരും. ഇങ്ങനെയാണ്. ആരും ആദ്യത്തിൽ തന്നെ എല്ലാം തികഞ്ഞവരായി പഠിക്കാൻ പോകുന്നില്ല. മറിച്ച് മെല്ലെ മെല്ലെ ഗ്രാജുവലി നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ആവുന്നു, നമ്മുടെ സെന്റൻസുകൾ ഇംപ്രൂവ് ആവുന്നു, നമ്മുടെ ഭാഷ ഇംപ്രൂവ് ആവുന്നു. ഇങ്ങനെയാണ് വരുന്നത്. അടുത്തതായിട്ടുള്ളൊരു പ്രശ്നം ലാക്ക് ഓഫ് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ഇല്ലായ്മ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പീക്ക് എവറി ഡേ. എല്ലാ ദിവസവും സംസാരിക്കുക. നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചത് അങ്ങനെയാണ്. എല്ലാ ദിവസവും സംസാരിക്കണം. സ്വന്തത്തോട് സംസാരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കാം. അതിനൊരു പൊങ്ങച്ചായിട്ട് കാണണ്ട, ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചാൽ മതി. അത് ഈവൻ ഇഫ് ഇറ്റ്സ് ജസ്റ്റ് ഫോർ 5 minutes, ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ സംസാരിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ഭാഷ നന്നായിട്ട് ഇംപ്രൂവ് ആയി വരുള്ളൂ. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, യു ഡോണ്ട് നീഡ് ടു ബി പെർഫെക്റ്റ് ടു സ്റ്റാർട്ട്, ബട്ട് യു നീഡ് ടു സ്റ്റാർട്ട് ടു ബി പെർഫെക്റ്റ്. തുടങ്ങാൻ നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നില്ല. ഒരു കാര്യം തുടങ്ങാൻ, ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. മറിച്ച് പെർഫെക്റ്റ് ആവാൻ നിങ്ങൾ യു നീഡ് ടു സ്റ്റാർട്ട് ടു ബി പെർഫെക്റ്റ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. തുടങ്ങാൻ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ പെർഫെക്റ്റ് ആവാൻ നമ്മൾ തുടങ്ങണം. അപ്പൊ നിങ്ങൾ തുടങ്ങുകയാണ് എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ തുടങ്ങുകയാണല്ലോ, അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വരും. ആ മിസ്റ്റേക്സുകളൊക്കെ നിങ്ങൾക്കുള്ള പെർഫെക്റ്റ് ആവാനുള്ള ഒരു സ്റ്റെപ്പായി മനസ്സിലാക്കുക. എന്നാലും നമ്മുടെ കോഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നിങ്ങൾക്കൊരു ചലഞ്ച് ഉണ്ട്. ഡേ 1 ചലഞ്ചാണ്. നിങ്ങളെക്കുറിച്ച് ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ്, ഒരു ഫുൾ സെന്റൻസ് പറയാം. ഇത്ര മതി. ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ മൈ നെയിം ഈസ് ഡാഷ് ആൻഡ് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് ടു ഡാഷ്. എന്റെ പേര് ഇന്നാൽ ഇന്നതാണ്. അതുപോലെ ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് ടു ഡാഷ്, ഇന്നാൽ ഇന്ന കാര്യത്തിലാണ്. ഐ വാണ്ട്, അല്ലെങ്കിൽ ഉദാഹരണമാണ് ഇപ്പൊ പറഞ്ഞത്, അല്ലെങ്കിൽ ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്, ഞാൻ എന്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ബിക്കോസ് കാരണം ഇതൊക്കെയാണ് എന്ന് പറയാം. അപ്പൊ ഇത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒരു വോയിസ് നോട്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്താണോ എന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വോയിസ് നോട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ നോട്ടൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാക്കി വെക്കുക. അതുപോലെ നിങ്ങളുടെ ഇപ്പോൾ എഴുതി വെച്ച ഒരു കാര്യം ഉണ്ടാവും, നിങ്ങളുടെ ഈ ഇന്ന് ചെയ്യാനുള്ള ഡേ 1 ചാലഞ്ച്. അത് നമ്മുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തി വെക്കുക. അതനുസരിച്ച് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകാം. താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. താങ്ക് യു.